പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് അനുഗ്രഹത്തിൻ്റെ കുറുക്കുവഴികളെ പറ്റിയാണ്. അനുഗ്രഹം ആവശ്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിപാടുകൾ, പ്രാർത്ഥനകളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ പല രീതിയിലും അവർ തങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിനായിട്ട് പലവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പല ഭക്തി മാർഗങ്ങളും അവർ സ്വീകരിക്കാറുണ്ട്. പല ധ്യാന ഗുരുക്കന്മാരും പല ആളുകളും പല കാര്യങ്ങൾ പറയാറുണ്ട് അവരോട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാനായിട്ടില്ല, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇത്ര ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇത്ര ദിവസം കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് അപേക്ഷയുമായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ദൈവത്തെ സ്വന്തമാക്കിയവന് ദൈവം എല്ലാ കാര്യങ്ങളും, ആ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്, അല്ലേ? ദൈവത്തെ സ്വന്തമാക്കിയവൻ ദൈവം തന്നെ തങ്ങളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമെന്നും തങ്ങളെ നയിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. അങ്ങനെയുള്ളവന് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അപേക്ഷകൾ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടതുണ്ടോ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ബൈബിളിലൊക്കെ നോക്കുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ തങ്ങളുടെ അപേക്ഷകളാലും പ്രാർത്ഥനകളാലും യാചനകളാലും നിരന്തരമായി പ്രാർത്ഥിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ യാചനകളും പ്രാർത്ഥനകളൊക്കെ എന്താണ്? എന്നാൽ ഒരു ഭാഗത്ത് പറയുന്നു ദൈവത്തിൻ്റെ പരിപാലനയെ പറ്റി. നിങ്ങൾ കാക്കകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവയെ എത്രമാത്രം ദൈവം പരിപാലിക്കുന്നു, അപ്പോൾ നിങ്ങളെ എത്രമാത്രം ദൈവം പരിപാലിക്കും എന്നുള്ള കാര്യം ഒരു ഭാഗത്ത് പറയുന്നു. പക്ഷേ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, അതുപോലെ തന്നെ വളരെയധികം ആത്മീയതയിലുള്ളവരാണ് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ യാചനകളും പ്രാർത്ഥനകളുമായിട്ട് പല കാര്യങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുള്ളത്. പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബത്തിലെ അമ്മമാരാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഈ പ്രാർത്ഥനകൾക്ക് പിന്നാലെ നടക്കുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ. കാരണം അവരുടെ പലരുടെയും ഉള്ളിലുള്ള ഭയമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് തൻ്റെ മക്കൾ നല്ല രീതിയിലെത്തണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പഠനത്തിനും അവർക്ക് എക്സാമുകൾ പാസ്സാവാനും വിദേശത്ത് പോകാനും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവാൻ, അല്ലെങ്കിൽ വലിയ സമ്പത്ത് കിട്ടാനായിട്ട്, ജോലി കിട്ടാനായിട്ടൊക്കെ ഈ മാതാപിതാക്കൾ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പലവിധ ഭക്തിമാർഗങ്ങളും കിട്ടാവുന്ന എന്തൊക്കെ മാർഗങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് നടക്കുന്നവരാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. നമുക്കൊരാളെയും വിധിക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അതേ കഷ്ടതകൾ അനുഭവിക്കുമ്പോഴായിരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് മാറി കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജീവിതം ദുസ്സഹമായിട്ട് മാറുമ്പോൾ, ആരെക്കൊണ്ടും നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവസാനമായിട്ട് ദൈവത്തിലേക്ക് അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇതാണ്: ദൈവത്തെ സ്വന്തമാക്കിയവൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? പലപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്തിമാർഗത്തിൽ, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിഞ്ഞവരും അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കിയെന്ന് കരുതുന്നവരാണ് കൂടുതലായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മൾ കാണാറുള്ളത്. പല ധ്യാന കേന്ദ്രങ്ങളിലും വളരെയധികം തിരക്ക് നമ്മൾ അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. അതായത് ഇന്നൊരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട്, ഇന്ന ഭക്തകൃത്യം ചെയ്യാനായിട്ടുള്ള തിരക്ക്, ഇന്ന വഴിപാടുകൾക്ക് വേണ്ടിയിട്ട് തിരക്ക്, അങ്ങനെ
വളരെയധികം തിരക്ക് കാണുമ്പോൾ അവിടെയെല്ലാം കൂടുതലായിട്ട് വരുന്നതൊക്കെ വലിയ ക്രൈസ്തവ അനുഭവമുള്ള അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന കുറേ ജനങ്ങളാണ്. ആദ്യമായിട്ട് നമ്മളുടെ യാചനകളെ പറ്റി, നമ്മുടെ പ്രാർത്ഥനകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പലരുടെയും ബേസിക്കായിട്ടുള്ള ആഗ്രഹങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും ദൈവത്തെ വേണം, അല്ലെങ്കിൽ ഭക്തി വേണം, വിശുദ്ധി വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക്കായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് തങ്ങളുടെ ഈ ലോക ജീവിതം നല്ല രീതിയിൽ പോകണം, അല്ലേ? ഇപ്പോൾ ഭാര്യമാർക്ക് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അവർ നല്ല രീതിയിൽ പോകണം, അവരുടെ വിദ്യാഭ്യാസം, ജോലി, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനോഭാവത്തോടു കൂടി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു പദ്ധതി ഉണ്ടാക്കുന്നു, അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മളുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പദ്ധതി തന്നെ ഏറ്റവും ആദ്യം ഉണ്ടാക്കി വയ്ക്കുന്നു. എൻ്റെ മക്കളിങ്ങനെ പോകണം, എൻ്റെ മക്കളിങ്ങനെ ആവണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെയാവണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പദ്ധതി ഉണ്ടാക്കി വയ്ക്കുന്നു. അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ മാറണം എന്നിങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി വയ്ക്കുന്നു. ഈ പദ്ധതി നടത്താനായിട്ട് ഈ പദ്ധതിയിൽ കൂടെ മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ പദ്ധതി നടപ്പിലാവാൻ വേണ്ടിയിട്ട് ദൈവത്തെ അടുത്ത് പോയിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതം മൊത്തം നമ്മളുടെ കൺട്രോളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളിലേക്ക് കൂടെയോ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുമ്പോഴല്ല ഇങ്ങനെ നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മളെ പറ്റി എന്താണ് പദ്ധതി എന്ന് നമ്മൾ ആരായുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ഇത് നമുക്കറിയാം, പല രീതിയിലുള്ള ആത്മീയതയുള്ളവരുണ്ട്, അല്ലേ? ദൈവത്തെ അറിയാത്ത ആളുകളുണ്ട്. പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ധ്യാന കേന്ദ്രങ്ങളുണ്ടായപ്പോൾ അവിടെയൊക്കെ വന്നുകൊണ്ടിരുന്നത് ദൈവത്തെ അറിയാത്ത ആളുകളായിരുന്നു കൂടുതൽ പേരും. അവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മനുഷ്യരെ കൊണ്ട് അതൊന്നും പരിഹരിക്കാൻ കഴിയില്ലെന്ന് കാണുമ്പോൾ ഓടി ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരും. അവിടെ വെച്ച് അവർ ദൈവത്തെ അറിയില്ലെങ്കിൽ അവരുടെ കഷ്ടതകൾ മാറിപ്പോവും. അങ്ങനെ ദൈവത്തെ അറിയും. അങ്ങനെയാണ് ആ ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു മാർഗമായിട്ടാണ് പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആദിമകാലത്തിലൊക്കെ സംഭവിച്ചത്. വളരെയധികം അവർ ഈ സമൂഹത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ദൈവവിശ്വാസം കൊടുക്കാനായിട്ട്, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, സത്യദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഈ പുതിയ ആളുകളെക്കാൾ ഉപരിയായിട്ട് പഴയ ആളുകൾ, അതായത് വളരെയധികം ക്രിസ്ത്യാനിറ്റിയിൽ വളരുന്ന കുടുംബങ്ങൾ, വളരെയധികം പഴമയുള്ളവർ, ക്രിസ്ത്യാനികളായിട്ട് പഴമയിൽ ജീവിച്ചിരുന്നവർ, അല്ലെങ്കിൽ നിരവധി ധ്യാനങ്ങൾ കൂടുന്നവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരൊക്കെ തന്നെയാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അല്ലെങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന പല സ്ഥലങ്ങളിലൊക്കെ പോയി ക്യൂ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയാണ്? അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് എത്രയധികം അടുത്തിട്ടുണ്ട്? നമ്മൾ ദൈവത്തെ സ്വന്തമാക്കിയാണ്. ഞാൻ മുൻപ് ഞാനൊരു കഥയും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ മഹാഭാരത കഥ എന്നുള്ള വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്വന്തമാക്കിയൊരു വ്യക്തിക്ക് ദൈവം എല്ലാ കാര്യങ്ങളും നടത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? അവന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, അല്ലേ? അവന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ? ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാനായിട്ട്, ദൈവത്തിൻ്റെ അനുഭവം കൂടുതലായിട്ട് ലഭിക്കാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാനായിട്ട്, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവഹിതത്തിനനുസരിച്ച് അവന് പ്രവർത്തിക്കാനുള്ള ശക്തി, ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകുന്ന സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി, ദൈവം ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ
വളരെ കൃത്യതയോടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതറിയണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രാർത്ഥനയിൽ കൂടെ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ അപേക്ഷകൾ. അല്ലാതെ എനിക്ക് ഇന്ന കാര്യം കിട്ടണം, അല്ലെങ്കിൽ ഇന്നത് നടത്തണം, ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ലൗകിക കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹവുമായിട്ട് ദൈവത്തെ സമീപിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് കാണുന്ന ദൈവം അവനെ എങ്ങനെയായിരിക്കും അവനെ വിലയിരുത്തണേ അല്ലേ. നമ്മുടെ രാജാവിൻ്റെ മുന്നിൽ നമ്മുടെ പാത്രവുമായിട്ട്, ഭിക്ഷാപാത്രവുമായിട്ട് വരുന്ന വഴിപോക്കരായിട്ടുള്ള ജനങ്ങളെ പോലെയാണ് ചിലപ്പോൾ രാജാവ് അത് കാണുന്നത് അല്ലേ. അനുഗ്രഹം തായോ, എനിക്ക് എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ട് പാത്രം നീട്ടി പിടിക്കുന്ന അധകൃതരായ മനുഷ്യരെ പോലെയായിരിക്കും രാജാവിന് അത് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ വ്യക്തികൾ രാജാവിൻ്റെ മക്കളാണെന്നും രാജാവിന് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗ്യരാണെന്നും ഇവരാ ഗണത്തിലുള്ളവരാണെന്നും ഇവരറിയാതെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. ദൈവത്തെ സ്വന്തമാക്കിയവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രം അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ രക്ഷ സ്വീകരിച്ചവന്, ക്രിസ്ത്യാനിയായവന് അവൻ ദൈവമക്കളാണ് ആവുന്നത് അല്ലേ, ദൈവത്തിൻ്റെ മകനും മകളും ആവുന്നത്. അപ്പോൾ അവന് ദൈവത്തിൻ്റെ കൊട്ടാരത്തിലല്ല അവൻ ജീവിക്കുന്നത്. അവന് പിന്നെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അവനെല്ലാം സ്വന്തമാണ് അല്ലേ. എന്നാൽ അവന് രാജാവിനോടൊപ്പം ജീവിക്കുമ്പോൾ രാജാവിൻ്റെ നിയമങ്ങൾക്കും രാജാവിൻ്റെ രീതികൾക്കും അവന് ജീവിക്കേണ്ടതുണ്ട് അല്ലേ. അവിടെ അവന് തോന്നിയതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവൻ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് പിന്നെ പുറത്തെവിടെയോ താമസിച്ച് പിന്നെ അനുഗ്രഹം പോയിട്ടാണ്, അതായത് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് മാത്രം ഓടി വന്നൊരു പാത്രവും എടുത്തുകൊണ്ട് വന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് നിന്ന് കൈ നീട്ടി വല്ലതും തായോ എന്ന് വിളിച്ച് പറയുന്ന ജനത്തിന് തുല്യമായിട്ട് നമ്മൾ മാറുകയല്ലേ. ഇന്ന് പലരും തങ്ങളുടെ ജീവിതം എന്തൊക്കെയോ, പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു അമ്മമാർക്കാണ്, ക്രൈസ്തവ കുടുംബങ്ങളിലെ അമ്മമാരാണ് ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ കയറി ഇറങ്ങി തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളരണം, അവരൊക്കെ വലിയ രീതിയിലാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ പിറകിൽ അപേക്ഷകളായിട്ട് പല രീതിയിൽ കഠിന വ്രതങ്ങളും പരിത്യാഗ പ്രവൃത്തികളുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മക്കൾ നല്ല രീതിയിലാവണം, അത് ഇവർക്ക് വിദേശത്ത് ജോലി കിട്ടണം, ഇത് കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ്. എന്നാൽ ഈ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും, ഈ മക്കൾക്ക് നല്ലൊരു ദൈവവിശ്വാസം കിട്ടണം, അവർ ദൈവത്തോട് കൂടുതൽ അടുക്കണം, അവർ വിശുദ്ധരായി മാറണം, അല്ലെങ്കിൽ ദൈവത്തെ അറിയണം എന്നുള്ളൊരു ചിന്ത ഈ മാതാപിതാക്കൾക്ക് എത്ര പേർക്കുണ്ട്? ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ആത്മീയതയിൽ വളരെ മുൻപന്തിയിലുള്ള പല കുടുംബങ്ങളിലെ ആളുകളും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന അനുഗ്രഹങ്ങൾ മേടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുമ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് നല്ലതായിട്ട് മാറുമോ അതോ തിന്മയായിട്ട് ഭവിക്കുമോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത്, നമുക്ക് നമ്മുടെ പദ്ധതികൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ലതാവണമെന്നില്ല അല്ലേ. പലരും മക്കളെ വിദേശത്തേക്കൊന്ന് കയറ്റി വിടാനായിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞ മക്കളെല്ലാവരും സന്തോഷകരമായിരിക്കും ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് അവരെങ്ങനെയൊക്കെ പുറത്ത് കടത്താനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. എന്നാൽ ഈ പുറത്തു പോകുന്ന ഈ മക്കൾ അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ആത്മീയതയിലാണ് ജീവിക്കുന്നതെന്നോ, അതോ അവരെ നശിപ്പിക്കാനാണോ ഈ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്നു പോലും നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കണ പോലില്ല അല്ലേ. അവരവരുടെ ആർത്തിയും അവരുടെ അത്യാഗ്രഹവും
അവരുടെ ബോധമില്ലായ്മയും മൂലം ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഈ മക്കളാണ്. അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ പല ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മുന്നിൽ ഇന്ന് നമ്മൾ അപേക്ഷിക്കുന്ന പല കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ എൻ്റെ ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രശംസ ഏറ്റുവാങ്ങാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതുപോലെ ആവാനായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉപകാരമില്ലാത്ത പല കാര്യങ്ങളും മറ്റു പല ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് കൂട്ടുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. ഇന്ന് വളരെയധികം വിഷമത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ ഒരു മക്കളും ഇന്ന് ജീവിക്കുന്നില്ല. നാട്ടിൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടവക വൈദികരുടെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു സൂപ്പർവിഷനിലൊന്നും നമ്മുടെ മക്കളിപ്പോൾ ജീവിക്കുന്നില്ല. എല്ലാവരും പുറത്താണ്, വിദേശത്താണ്, പല രീതിയിലാണ് ജീവിക്കുന്നത്. പലരും സ്റ്റഡി വിസയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കായിട്ട് വിദേശത്ത് പോകുന്നു. അവിടെ അവർ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പോലും ഇവിടെ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെയും മാതാപിതാക്കൾക്ക് അത് വലിയൊരു കാര്യമേ പോലും അല്ല. കാരണം അവർ നാട് കടന്നുപോയി, ഇനി അവർ രക്ഷപ്പെട്ടു, ഇനി അവരുടെ ജീവിതം സേഫായി എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ നാടിൻ്റെ ഗുണവും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആത്മീയത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കുറേ കാര്യങ്ങളുണ്ടല്ലേ, നാട്ടിലെല്ലാ കാര്യങ്ങളും നല്ലതാണെന്നൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നാട്ടിൽ നടക്കുന്നതൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്നതെന്നും പറയില്ല. പക്ഷേ മാതാപിതാക്കളുടെ സൂപ്പർവിഷനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു സമൂഹത്തിൻ്റെ സൂപ്പർവിഷൻ, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു സൂപ്പർവിഷനൊന്നും ഈ മക്കൾക്ക് കിട്ടാതെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഈ മക്കൾ വളരുന്നത്. അവിടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ വളരാത്ത മക്കളുണ്ടെങ്കിൽ അവരവിടെ ചെന്ന് ഈ തിന്മയുടെ ഒരു കൂടാരത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത്. അവിടെ അവർക്ക് ജീവിക്കണമെങ്കിൽ വളരെയധികം ആത്മീയത ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ ആത്മീയമായിട്ട് അത്രയധികം ശക്തി പ്രാപിച്ചവർക്ക് അല്ലെങ്കിൽ അത്രയധികം വളർന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള സംസ്കാരത്തിൽ ഇടപെടാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതെത്രത്തോളം നാട്ടിലുള്ള മാതാപിതാക്കൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അവർ മക്കളെ വിദേശത്തേക്ക് കയറ്റി വിടുന്നത്? നമ്മുടെ നാടിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ജോലി കിട്ടുന്നതായിട്ടുള്ളൊരു ഗുണമല്ല. നമ്മുടെ നാടിനൊരു നന്മ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അതാണ് ഈ ആത്മീയ ലോകം എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ റിയലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു ആത്മീയ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ ഈ പിക്ചറിൽ നിന്ന് മാറിക്കൊണ്ട് ആത്മീയ ലോകമായിട്ട് നമ്മുടെ നാടിനെ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാടിലൊക്കെ വളരെയധികം നന്മയുള്ള നാടാണ്, നല്ല കുടുംബങ്ങളുള്ള നാട്, വളരെയധികം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വളരെയധികം ആളുകളുണ്ട്. കുറേ തിന്മകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. പല കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ ഗുണം കൊണ്ട് അത് അവിടെ നടക്കാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം നന്മയുള്ള ദൈവത്തെ വിളിക്കുന്ന ആളുകളുടെ നാടാണ് നമ്മുടെ നാട്. എല്ലാ ദിവസവും പല രീതിയിലും പല അമ്പലങ്ങളിലായാലും പോലും മുസ്ലിം പള്ളികളിലായാലും ക്രിസ്ത്യൻ പള്ളികളിലായാലും ദൈവത്തെ വിളിക്കുന്ന ജനമുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയൊരു ആത്മീയ ഓറ നമ്മുടെ നാടിന് തന്നെയുണ്ട്. അവിടെ കാര്യങ്ങൾ ശരിയാണ്, ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അവിടെ മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച് വളരെയധികം നന്മയിൽ വളരാനുള്ള സാധ്യതകളുള്ള നാടാണ്.
അപ്പോൾ പക്ഷേ എന്നാൽ വിദേശത്ത് ഇപ്പോഴത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പലരും അത് പറയുമ്പോൾ തന്നെ കളിയാക്കും, അത് അവരുടെ കൾച്ചറാണെന്ന് കൂടി. പക്ഷേ ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ നാട്ടിലേക്കാണ് ഈ മക്കൾ വന്നു വരുന്നത്. അവിടെ വരുമ്പോൾ അവിടെ ചുറ്റും കാണുന്നത് തിന്മയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ വിളിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ദൈവത്തെ നിന്ദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതെല്ലാം സ്വയമായിട്ട് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ, കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പല രീതിയിലും ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നടക്കുന്ന ഒരു നാട്ടിലേക്കാണ് ഈ മക്കളെ പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ ആരൊക്കെയോ അവിടെ വരുന്നതൊക്കെ അവർ ആ ഒരു നാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിന്മയുടെ സ്വാധീനം ആ വരുന്ന കുടുംബങ്ങൾക്കും മക്കളുടെ മേലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവിടെ അതായത് ഒന്ന് നമ്മുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നതിൻ്റെ ശക്തി ഒന്നുണ്ട് അല്ലേ. പലപ്പോഴും യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ പടയാളികൾ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, അവിടെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ പീരങ്കി കൊണ്ട് യുദ്ധം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ പടയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യവും അവരുടെ സഹായവും നമുക്കുണ്ട്. എന്നാൽ ഈ വ്യക്തി പാകിസ്ഥാനിൽ കടന്നു പോയിട്ട് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ, അത് അവരുടെ പാകിസ്ഥാൻ്റെ നാടാണ്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തി അത്രയധികം കഴിവുള്ളവനും അത്രയധികം എക്യുപ്ഡായാൽ മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ ഒരു തിന്മ വളരെയധികം നടക്കുന്നൊരു രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ തിന്മ വളരെയധികം കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ നമ്മളെയും നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കും, നമുക്കുള്ളതെല്ലാം ആ തിന്മ കവർന്നെടുക്കും. പലരും അതറിയുന്നില്ല. പലരും ഇതൊക്കെ പറയുമ്പോൾ ചിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടുന്നു അല്ലേ, ഇവിടെ വിദേശ രാജ്യങ്ങൾ വന്ന് കയറി കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ ജീവിതം സെക്യൂറായി, ഹെൽത്ത് സെക്യൂറായി, ജീവിത നിലവാരം ഉയർന്നു, സമ്പത്ത് കിട്ടുന്നു, ജോലി കിട്ടുന്നു. ഇതൊക്കെ അതിൽ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് അവർ ഈ നാട്ടിനെ വളരെയധികം പ്രണയിച്ചു തുടങ്ങും. പക്ഷേ ഇവരറിയാതെ ഈ നാടിൻ്റെ തിന്മ ഇവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഈ തിന്മയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നാടിൻ്റെ തിന്മ എന്താണെന്ന്, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ, ഈ നാടിൻ്റെ തിന്മകൾ മൊത്തം ഇവരെ ആക്രമിച്ച് ഇവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ഇവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള UK-യിലോ അല്ലെങ്കിൽ USA-യിലോ ഈ ഓസ്ട്രേലിയയിലൊക്കെ പോയി അവിടെ ജീവിതം ആരംഭിക്കുന്ന മലയാളികളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലവരുടെയും കുടുംബജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയധികം വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പലരും ബേസിക്കലി ഡിവോഴ്സ്ഡ് ആണ്, അവരുടെ മെൻ്റലി ഡിവോഴ്സ്ഡ് ആണ്, പക്ഷേ വെറുതെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ പല കുടുംബങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം അതേ രീതിയിൽ അവരുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാട്ടിലുള്ള എത്ര പേര് ഇതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മായിക ലോകമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നവർക്ക് തന്നെ ഇതിനെപ്പറ്റി ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ മനസ്സിനെയും ഇവരുടെ എല്ലാ കാര്യങ്ങളെയും ഇത് വന്ന് വിഴുങ്ങാണ്. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബ മൂല്യങ്ങളും നമ്മുടെ കുടുംബത്തെയും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തിൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനൊരിക്കലും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ആയിട്ട് ശ്രമിക്കാനേ പറ്റില്ല. കാരണം ഇതൊക്കെ
ഇവർക്ക് നന്മയാണ്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പലതും നന്മയായിട്ടാണ് സമൂഹം കാണുന്നത്, അല്ലേ? ഒരുമിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ദമ്പതികൾ പിരിയുന്നതിനെ പറ്റിയാണ് സമൂഹം പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് സമൂഹം പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നവരെയാണ് പരിഷ്കൃതർ, അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്നവരാണ് ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിലാണ് സമൂഹം ഇവിടെ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ഓരോ കുടുംബങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിനെപ്പറ്റി എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് എത്ര പേർക്കുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇന്നൊരു വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പുറത്ത് കാണുന്ന ഈ സമ്പന്നതയും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ള കുട്ടികളെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിക്കണം. അവിടെ വളരുന്ന കുട്ടികൾ, നമുക്കറിയാം അവർ ഒറ്റയ്ക്ക് വളരുന്നു, അവർ വളരെയധികം കറേജഡ് ആയിട്ടാണ് വളരുന്നത്, അവർക്ക് വളരെയധികം ചെറുപ്പം മുതൽ അവർ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവർ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം പുകഴ്ത്തിയാണ് വിദേശ രാജ്യങ്ങളിൽ വളരുന്ന കുട്ടികളെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വളരുന്ന കുട്ടികളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെറുപ്പം മുതൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സ്നേഹമില്ലായ്മ, സിംഗിൾ പാരൻറ്റിങ് ആയിട്ടുള്ള അവരുടെ ജീവിതം, അപ്പൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അമ്മയും അപ്പനും ഒരുമിച്ചില്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു അപ്പൻ്റെ കൂടെ ഒരു അമ്മയുടെ കൂടെ മാത്രം ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ സ്വന്തം അപ്പനല്ലാതെ വേറൊരു അപ്പനായിട്ട് കാണേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആ അപ്പനിൽ നിന്ന് ഏൽക്കുന്ന ദുരന്തങ്ങൾ, അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ കൂടെയാണ് ഇവിടുത്തെ ഓരോ കുട്ടിയും കടന്നു പോകുന്നത്. അത് മറ്റുള്ളവർക്ക് എത്രയധികം മനസ്സിലാവുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവർ ചെറുപ്പം മുതലേ പല രീതിയിലും ഇന്ന് ഇപ്പോൾ UK കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ UK ഇന്ന് ഗവൺമെൻറ്റിനകത്ത് ഇപ്പോഴാണ് അതിനൊക്കെ വലിയൊരു ബോധ്യം വന്നത്. അതായത് കൗമാര പ്രായത്തിലുള്ളവർ, അല്ലെങ്കിൽ വളരെയധികം സ്കൂൾ പഠിക്കുന്ന കുട്ടികളിലാണ് ഈ സിഗരറ്റിൻ്റെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലാണെന്ന് ഗവൺമെൻറ് തന്നെ എല്ലായിടത്തും സമ്മതിക്കുന്നു. അതിനുശേഷം ഇനി മുതൽ വരാൻ പോകുന്ന ജനറേഷൻ മുതൽ പുകയില വസ്തുക്കൾ നിരോധിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ UK എത്തിയിട്ടുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന ജനറേഷന് ഇനി പുകയില വസ്തുക്കൾ ലഭിക്കില്ല, അവർക്ക് നിരോധനം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പ്രാബല്യത്തിലാവുന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ സ്കൂളുകളിൽ മൊബൈൽ നിരോധിക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും അധികം കവർച്ച, അല്ലെങ്കിൽ ഏറ്റവും അധികം റേപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ക്രിമിനൽ കേസുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ UK കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ UK കഴിഞ്ഞ മാസം ഉണ്ടായൊരു റിപ്പോർട്ടാണ് UK എല്ലാ ജയിലുകളും നിറഞ്ഞിട്ട് അവിടുത്തെ തടവുകാരെ തങ്ങളുടെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് അവരെ പുറത്തു വിടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത്രയധികം കുറ്റവാളികൾ നിറഞ്ഞു ഇവിടുത്തെ ജയിലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെയധികം ലെങ്തി ആയിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്ന തടവുപുള്ളികൾക്ക് അവരുടെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് അവരെ പുറത്ത് വിടാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ വളരുന്ന കുട്ടികളുടെ ഇവിടുത്തെ പാരൻറ്റിങ് എത്രമാത്രം മോശമാണെന്ന് പല റിസർച്ചുകളും പറയുന്നുണ്ട്. അതായത് സിംഗിൾ പാരൻറ്റിങ്ങിൽ കൂടെയൊക്കെ വളരുന്ന കുട്ടികൾ എത്രയധികം അക്രമ സ്വഭാവമുള്ളവരാണ് അവർ. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ കുട്ടികൾ, കൗമാരപ്രായത്തിലെടുത്ത കുട്ടികൾ എത്രയധികം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്, അവരെത്രയധികം അക്രമവാസനയാണ് മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ പോയാലൊക്കെ അറിയാം. അവിടെ അവരൊക്കെ നിൽക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ചെങ്കിലും പോകുന്നത് ഇവിടുത്തെ നിയമം അത്രയധികം സ്ട്രോങ് ആയതുകൊണ്ടാണ്, അല്ലേ? ഇവിടുത്തെ പോലീസും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളും ഇവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ കറപ്ഷനില്ലാതെ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും നിയമത്തിന് ഭയമാണ്. ആ ഒരു ഭയം നിമിത്തം മാത്രമാണ് ഇവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മനുഷ്യർ എത്രയധികം മോശമായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് എത്രയധികം ദൂഷിച്ചതാണെന്ന്
നമുക്ക് അവരായിട്ട് അധികം അടുത്തിടപഴകുന്നവർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടിയന്മാരെ പറ്റിയൊക്കെ വളരെയധികം മോശം കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മൾ വഴി കിടക്കുന്നു. എന്നാൽ ഇവിടെ ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ഈ പബ്ബിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ നടുവിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അറിയാം, സ്ത്രീകളും പുരുഷന്മാരും ഭേദമില്ലാതെ മദ്യപിച്ച് മതോന്മത്തരായിട്ട് വഴികളിൽ കിടക്കുന്നവരും അവരെ കൊണ്ടുപോകുന്നവരും താങ്ങി പിടിച്ച് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മളിവിടെ കാണുന്ന ആൾക്കാരാണ്. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒരു ദിവസമേ കാണിക്കുള്ളൂ അല്ലേ. നമ്മുടെ നാട്ടുകാർ തന്നെ അവരെ ശരിപ്പെടുത്തും. അത്രയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് അവർ ഇവിടെയുള്ള ആളുകൾ കാണിക്കുന്നത്. അവർ വെള്ളിയും ശനിയും മാത്രം കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവില്ല. വെള്ളിയും ശനിയും അവരുടെ ദിവസമാണ്. അപ്പോൾ അപ്പോഴാണ് അവരുടെ തനി സ്വഭാവം വരുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഇപ്പോൾ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് കാര്യം ശരിയാണ്. പക്ഷേ ഇവിടെ കൊച്ചു കുട്ടികൾ വരെ കൊക്കൈനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെക്സ് ലൈഫ്, അത് ഇവിടെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ കിടക്കുന്നത് ഈ സ്നേഹമില്ലാതെ ഒരു തകർന്ന് കിടക്കുന്ന കുടുംബങ്ങളാണെന്ന് എത്ര പേർക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പലരും കുടുംബങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ലിവിങ് ടുഗദറാണ് നല്ലത്, അങ്ങനെയൊക്കെ പല സിദ്ധാന്തങ്ങളൊക്കെ പുറത്ത് പറയുന്നവരുണ്ട്. കുടുംബം ബാധ്യതയാണ്. പക്ഷേ ഒരു നല്ല കുടുംബമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതിനെ പറ്റി എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഒരു കുട്ടിക്ക് ചെറുപ്പം മുതലേ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം, അല്ലെങ്കിൽ അവന് കിട്ടാത്ത സ്നേഹം അവൻ മറ്റുള്ള ഇടങ്ങളിലാണ് അവൻ തേടുന്നത്. പലതിൻ്റെയും ബേസിക്കായിട്ടുള്ളൊരു കാര്യം ഈ സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. അത് ഒന്നാമത് നമുക്കറിയാം, നമുക്കൊരു ദൈവവിശ്വാസവും ദൈവത്തോടുള്ളൊരു ബന്ധം ഉണ്ടായാൽ മാത്രമാണ് പല കാര്യങ്ങൾക്കും നമുക്കൊരു അത്താണി, നമുക്കൊരു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് പലരും ഇപ്പോൾ ദൈവാനുഭവമുള്ളവന് അറിയാം ദൈവം ഉണ്ടെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ അനുഭവം ഇല്ലാത്തവനായാൽ ശരി, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ഹൃദയത്തിലുള്ളതൊന്ന് ഇറക്കി വയ്ക്കാനായിട്ട്, തൻ്റെ ഹൃദയത്തിലുള്ള വിഷമങ്ങൾക്കുള്ള ഒരു അത്താണി ദൈവം അത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കുമെന്നൊക്കെയുള്ള പ്രത്യാശയാണ് പലരെയും മുന്നോട്ട് നയിക്കുന്നത്. പല കാര്യങ്ങളും, പല തകർന്നു കിടക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ കരകയറി വരുന്നത് ഈ ഒരു ദൈവവിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ പലരും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ദൈവവിശ്വാസവും അവർ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല, മാതാപിതാക്കളുടെ സ്നേഹം കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ചുറ്റുമുള്ളവരിൽ കൂടെ സ്നേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയാം ഇവരുടെ കൾച്ചറേ അതുപോലെ ആയി തുടങ്ങി. ചെറുപ്പം മുതലേ കുട്ടികളായപ്പോൾ മുതൽ അവർ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. പല രീതിയിലും അവർ തങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണങ്ങളൊക്കെ മാറുന്നു. നമുക്ക് സ്കൂളുകൾ ഇതിപ്പോൾ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോൾ പലരും എതിരഭിപ്രായം പറയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ പിറകിൽ കിടക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? തങ്ങളെ മറ്റുള്ളവരൊന്ന് അറ്റൻഷൻ കാണിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ആകർഷിക്കണം, മറ്റുള്ളവൻ എന്നെ സ്നേഹിക്കണം, എന്നെ കാണണം, എന്നെ പരിഗണിക്കണം എന്നുള്ള ഉള്ളിൽ കിടക്കുന്ന വലിയൊരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊരു വേറെ രീതിയിലാണ് ഈ വസ്ത്രധാരണത്തിൽ കൂടെയൊക്കെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ തിന്മ ഇവരെ സ്വാധീനിക്കുന്നതോടുകൂടി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും, പല തിന്മകളും പല രീതിയിലാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്ക് ആകെ സമ്പത്തിൻ്റെ ഹുങ്ക് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സിസ്റ്റംസൊക്കെ നല്ല രീതിയിൽ റണ്ണ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സമ്പത്ത് ഇവിടെ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഈ മക്കളെ ഇവിടേക്കൊക്കെ കയറ്റി അയക്കുന്ന മാതാപിതാക്കളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കറിയാം സമ്പത്ത് വേണം നമുക്ക് ജീവിക്കാനായിട്ട്. പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊലക്കി കൊടുക്കാനാണോ കൊണ്ടുവരുന്നത്? അതോ നിങ്ങളുടെ മക്കളെ ജീവിക്കാനാണോ? അവർക്ക്
ഇവിടേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണമെങ്കിൽ അവരെ ബേസിക്കായിട്ട് വിശ്വാസം പഠിപ്പിക്കുക, ഒരു വിശ്വാസത്തിൽ അവരെ വളർത്തുക. അവർക്ക് ഏതവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിക്കാനും മൂല്യങ്ങളിൽ വിശ്വസിക്കാനും നന്മയിൽ വിശ്വസിക്കാനും നന്മ ചെയ്യാനും അവരെ പഠിപ്പിച്ചതിന് ശേഷം അവരെ വിദേശങ്ങളിലേക്ക്, എന്ത് രാജ്യങ്ങളിലേക്ക് അവരെ വിടുക. തങ്ങളുടെ മക്കൾ വഴിതെറ്റി പോയില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം തങ്ങളുടെ മക്കളെ വിടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ കാണും ഇവരുടെ ജീവിതവും ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എത്ര നാളുകൾ നിങ്ങൾ ഇതിൽ അഹങ്കരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷന് ഇതായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ പറ്റി പറയുന്നത്. കാരണം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമമാണ്. അതാണ് പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളുടെയും പ്രാർത്ഥനാ നിയമങ്ങൾ മെയിനായിട്ട് വരുന്നത്. IELTS പാസ്സാവാനും വിദേശങ്ങളിൽ ജോലി കിട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാതാപിതാക്കൾ ഈ ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ജനറലായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള ഇങ്ങനെ ഒരു ആത്മീയതയിൽ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വളർത്തണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞു. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി പരിമിതികളുണ്ട് അല്ലേ. നമുക്കൊരു ഹെൽത്ത് സിസ്റ്റം ഒരു നല്ല രീതിയിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മൾക്കുണ്ടായ സമ്പത്ത് മുഴുവനായിട്ട് നമുക്ക് ഉള്ള സമ്പത്ത് സമ്പാദിച്ച് വെച്ചതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ നല്ലൊരു പഠിച്ചാലും നല്ലൊരു വരുമാനമുള്ള ജോലി കിട്ടാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വളരെയധികം പ്രഷർ അല്ലേ. നമുക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച വ്യക്തികൾക്ക് പോലും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മറ്റുള്ളവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള പ്രഷർ, തങ്ങളുടെ സഹോദരങ്ങൾ വലിയ ആളുകളായി കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണഗതിയിൽ നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ ജീവിക്കുന്ന ആൺകുട്ടികൾക്കൊന്നും പെണ്ണ് കിട്ടാത്ത അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ദുരാചാരങ്ങളാണ് അല്ലേ. പണ്ട് സതി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ദുരാചാരങ്ങളെന്ന് പറഞ്ഞ് അയിത്തം അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ദുരാചാരങ്ങളായിട്ട് നമ്മൾ കണക്കൂട്ടുന്നതെങ്കിൽ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ ദുരാചാരങ്ങളാണ് ഇതൊക്കെ അല്ലേ. പഠിച്ച അല്ലെങ്കിൽ നല്ലവനായിട്ടുള്ള വ്യക്തികൾ, ദൈവഭയമുള്ള വ്യക്തികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. ബാക്കി എന്തെങ്കിലും കയ്യിൽ പൈസ ഉള്ളവനും മറ്റേത് മാർഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കിയവനും സമ്പത്ത് കാണിക്കുന്നവനും മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാന്ന് കാണിക്കുന്നവനൊക്കെ അവർക്കൊക്കെയാണ് സമൂഹത്തിൽ സ്ഥാനം. അവരെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, കൈകൂപ്പും. എന്നാൽ നല്ലൊരു കുടുംബം നല്ല അധ്വാനിച്ചുകൊണ്ട് കിട്ടുന്ന തന്നെ പഠിച്ച ജോലി നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരുത്തന് സമൂഹത്തിൽ വിലയില്ല. അത് ക്രിസ്ത്യാനികളാണ് ഇതൊക്കെ കാണുന്നത്. മറ്റുള്ള സമൂഹങ്ങളിലൊക്കെ അങ്ങനെ അവർക്ക് അതിനെപ്പറ്റി, പക്ഷേ ക്രിസ്ത്യാനികൾ ഒരിക്കലും തങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ചെയ്യാനായിട്ടേ പാടില്ല. പക്ഷേ ഇതിനൊക്കെ ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ് അല്ലേ. അവൻ്റെ കുലം, അവൻ്റെ സമ്പത്ത്, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ കല്യാണങ്ങളോ വിവാഹ ബന്ധങ്ങളോ ഒരാൾ ബഹുമാനിക്കുന്നതോ പോലും അങ്ങനെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് തരും. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ പല മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളോട് പള്ളിയിൽ പോകും, പരീക്ഷ പാസ്സായാലും കാര്യമില്ല, ജോലി കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കനവുണ്ടാവണം, മനുഷ്യരെ കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന കാര്യം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ അനുഗ്രഹം എന്നുള്ള ബേസിലാണ്. ചെറുപ്പം മുതലേ കുട്ടികളുടെ തലയിൽ ദൈവത്തെ വിളിക്കുന്നത് എന്തിനാ? അനുഗ്രഹം കിട്ടാനായിട്ട്. ദൈവത്തെ വിളിക്കുന്നത് എന്തിനാ? രോഗം മാറാനായിട്ട്. ദൈവത്തെ വിളിക്കുന്നത് എന്തിനാ? പരീക്ഷ പാസ്സാവാനായിട്ട്, ബുദ്ധി കിട്ടാനായിട്ട്. ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ കുട്ടികളെ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ദൈവാനുഭവം കൊടുക്കാനായിട്ട് ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവുന്നുണ്ടോ? നിന്നെപ്പറ്റി ദൈവത്തിന് എന്താണ് പദ്ധതി, നീ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
നീ ദൈവത്തെ സ്വന്തമാക്ക്, നീ ദൈവത്തിന് അനുഭവം നേട്, ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കുക എന്നുള്ളതിനെപ്പറ്റി ഏതെങ്കിലും കുട്ടികളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പള്ളിയിൽ പോവാതിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടില്ല എന്നുള്ള ധാരണയിന്മേൽ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ, ധ്യാനത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അവൻ്റെ പരീക്ഷ പാസ്സാവുമെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനത്തിന് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ, ഈ ധ്യാന കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും കയറി ഇറങ്ങിക്കൊണ്ട് ഈ പ്രാർത്ഥിക്കാനായിട്ട് നടക്കുന്ന മാതാപിതാക്കൾ, അനുഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള ക്രൈസ്തവ കുടുംബങ്ങളിൽ എങ്ങനെ നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വിശ്വാസമുള്ള തലമുറകൾ എങ്ങനെ ഉണ്ടാവും? അതാണ് പറയുന്നത്. ഇനിയുള്ള തലമുറകൾ നമ്മൾ കണ്ടാലറിയാം. ഇന്ന് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന ഈ തലമുറകളുടെ അടിത്തറ ഇല്ലാതെ കൊണ്ടുവരുന്ന ഈ തലമുറകൾ തകർന്നു വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമുക്ക് മാതാപിതാക്കളുണ്ട്, അവരെ സൂപ്പർവിഷനിലാണ്, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്, ഇടവക വൈദികരുണ്ട്, പല രീതിയിൽ നാട്ടുകാർ തന്നെയുണ്ട്. ഒരു അസന്മാർഗിക രീതിയിൽ പോയി കഴിഞ്ഞാലോ, എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനോ അവരെ തിരുത്താനോ ആളുകളുണ്ട്. പക്ഷേ ഇനി അവരതൊന്നില്ലാത്ത നാടുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവവും അവരുടെ തനി ഇതുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ വൈദികർക്കൊക്കെ ഇത് ബോധ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ വരെ ഉണ്ടാവേണ്ട ബോധ്യമാണ്. ദൈവബോധത്തോടു കൂടി അല്ലെങ്കിൽ ദൈവവിശ്വാസത്തോടു കൂടി മക്കളെ ചെറുപ്പം മുതൽ വളർത്തേണ്ട ആവശ്യകത. അതുപോലെ തന്നെ ഒരു കണക്കിന് ശരിയാണ്, നമ്മളെല്ലാവരും അത് തീരുമാനം എടുക്കുകയാണെങ്കിൽ. നമുക്കറിയാം, ഒരാൾ തന്നെയാണ്, ഓരോരുത്തരും തന്നെ സ്റ്റെപ്പ് എടുത്താൽ മാത്രമാണ് നടക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലെ ഈ അനാചാരങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിലെ ഈ അനാചാരങ്ങൾ നമ്മൾ നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു, അല്ലേ? നമ്മളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അറേഞ്ച്ഡ് മാരേജാണ് വലിയ കാര്യം എന്നൊക്കെ പറയുമെങ്കിലും, ഈ അറേഞ്ച്ഡ് മാരേജിന് വേണ്ടി ഇരിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെന്ത് നോക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്? എത്ര സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഒരു സ്ഥലത്തേക്കൊക്കെ കെട്ടിച്ചു വിടുന്നതും അങ്ങനെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളെ പ്രതിയായാലും, ജോലിയെ പ്രതിയോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നതിനെ പ്രതിയോ ഒക്കെ ചിന്തിക്കുന്നത് തങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടാവണം, മറ്റുള്ളവർ വലിയ ആളാണെന്ന് പറയണം, അല്ലെങ്കിൽ സമ്പത്ത് കൂട്ടി വയ്ക്കണം. ഇതൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഭൂരിഭാഗവും നമ്മുടെ കുടുംബത്തിൽ ഈ ആളുകളൊക്കെ പോയി വിദേശങ്ങളിൽ പോയിട്ട് ഈ ലോൺ എടുത്തുകൊണ്ടും ഈ ജീവിതം ഇത്ര ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? വളരെയധികം നമ്മളെല്ലാവരും, ഞാനും പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ജനങ്ങൾ പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തികളാണല്ലേ. അപ്പോൾ അതിൽ കുറേ പേര് ഫാമിലിയായിട്ട് ജീവിക്കുന്നവരുണ്ട് വിദേശങ്ങളിൽ. അവരുടെ കാര്യത്തിൽ ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ അവർ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തികളാണ്, വിവാഹം കഴിച്ചിട്ട് ബാച്ചിലറായിട്ട് വിദേശങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവരെ എടുക്കുന്ന ത്യാഗം എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ. സ്വന്തം ഭാര്യയും മക്കളെയോ കാണാതെ വർഷങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കുകയും 2-3 വർഷത്തിന് ശേഷം തിരിച്ചു വരികയും, ലീവിന് തിരിച്ചു വരുന്ന 1 മാസം അല്ലെങ്കിൽ 2 മാസം അവരോടൊപ്പം ജീവിച്ചിട്ട് പിന്നീട് തിരിച്ചു പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ളവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയൊരു വീട് വയ്ക്കണം, അല്ലേ? അതിൻ്റെ പേരിലാണ് എൻ്റെയും ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ തന്നെയായിരുന്നു, ഒരു വീട് വയ്ക്കണം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നല്ലതെന്നു പറയണം, അല്ലെങ്കിൽ ഇവൻ വലിയ ആളായി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവർക്ക് തന്നെ ഒരു വിവാഹം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു യുവാവിന് നമ്മുടെ നാട്ടിലൊരു വിവാഹം നടക്കണമെങ്കിൽ
അവൻ എന്തൊക്കെയോ ഉണ്ടെന്ന് അവന് കാണിക്കാതെ അവന് വിവാഹം ഒരു പെണ്ണ് പോലും ഒരാൾ പോലും കെട്ടിച്ച് കൊടുക്കില്ല പെണ്ണിനെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവൻ ഇല്ലാത്ത ലോണുകൾ എടുത്തുകൊണ്ട് വീടുകൾ പണിയുന്നു. അതുപോലെ തന്നെ പലവിധ അവന് മറ്റുള്ളവർക്ക് മൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വാഹനം മേടിക്കുന്നു, അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു, ലോണുകൾ ഉണ്ടാക്കുന്നു. അവൻ്റെ ജീവിതം അവൻ തന്നെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനൊരു കുടുംബം, നമുക്കറിയാം, ഒരു വിവാഹം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണം ബാച്ചലറായിട്ട് ഒരു വിവാഹം കഴിച്ച വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് ദൈവത്തിൻ്റെ മുന്നിൽ. എന്ത് കാരണങ്ങളുടെ പ്രതിയിൽ ഒരു കുടുംബം ദൈവം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് എല്ലാവരും കടപ്പെട്ടതാണ്. അത് സമ്പത്ത് കുറഞ്ഞാലും സമ്പത്തില്ലെങ്കിലും ദുരിതങ്ങളിലും എല്ലാത്തിലും ഇവരൊരുമിച്ച് ജീവിക്കേണ്ടതുള്ളത് അത്യാവശ്യമാണ്. അവിടെയാണ് ദൈവപദ്ധതികളെ തകിടമറിച്ചുകൊണ്ട് ഇവർ കുടുംബത്തെ ഇവിടെ വിട്ടുകൊണ്ട് ഇവരുടെ വിചാരം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വിചാരം, നമ്മൾ പൈസ ഉണ്ടാക്കി എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയെ നമ്മൾ തടഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാം. ദൈവത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? നീ എൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടണ്ട, ഞാൻ ജീവിക്കാൻ അറിയാം, എനിക്ക് ആവശ്യം, ഞാൻ എൻ്റെ പദ്ധതി, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കറിയാം, എനിക്ക് അതിനുള്ള വിവരമുണ്ട്, ഞാൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ എനിക്ക് പോകണം, എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പം നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നുള്ള നമ്മുടെ അഹങ്കാരമാണ് നമ്മളെ പലപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ജീവിക്കുന്നവർ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നവർ, നിങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഒരു മേജർ പോർഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം, നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടതുണ്ടാക്കിയതും എന്തിനു വേണ്ടി? അത് ഫലവത്തായിരുന്നോ? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത്? ചിലപ്പോൾ മക്കളെ നല്ല രീതിയിൽ നോക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ, മക്കൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റാതെ, ഇവർക്ക് എന്തൊക്കെയോ പൈസയും അല്ലെങ്കിൽ ഇവർക്ക് ജീവിത സാഹചര്യങ്ങളും ഇവർക്ക് വലിയ കോളേജുകൾ അഡ്മിഷനൊക്കെ മേടിച്ചു കൊടുത്ത് ഇവർ താന്തോന്നികളായിട്ടോ അല്ലെങ്കിൽ ഇവർ ഇതിനെ വില അറിയാതെയോ ഇവർ മോശം മനുഷ്യരായിട്ടോ ഒക്കെ ജീവിച്ച് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മൾക്ക് പറ്റി ചിന്തിക്കും, ഞാൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ എന്നുള്ളത്. ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും അതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. പലരും ദൈവവിശ്വാസമുള്ള ഭൂരിഭാഗം ആളുകളും ഇപ്പോഴിങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സ്വയം വിട്ടുകൊടുക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർ ഒന്ന് ചിന്തിച്ച് നോക്കുക, എൻ്റെ ചിന്തകൾ, എൻ്റെ പദ്ധതികളാണോ ഞാൻ നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ആർത്തി ആണോ? അല്ലെങ്കിൽ എൻ്റെ പല കാര്യങ്ങളാണോ എൻ്റെ ആവശ്യങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്? അപ്പോൾ നമ്മുടെ ഈ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മളാണ് ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ആളുകളുടെ ആവശ്യം എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. നമുക്ക് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോയി, തെറ്റിപ്പോയി അല്ലേ. നമ്മൾ പലരും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, പക്ഷേ ആ ബിസിനസ് വേണ്ട രീതിയിൽ പോയില്ല, നമുക്ക് വളരെയധികം നഷ്ടം സംഭവിച്ചു, നമ്മളാകെ കടക്കെണിയിലായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോചനം നമ്മളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് ദൈവത്തോട് വരും. പക്ഷേ അവിടെയും നമ്മൾ ചെയ്തൊരു കാര്യമാണ്, ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചോ എന്നുള്ളതും അവിടെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ബാധ്യത മാറാനായിട്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അത് ബാധ്യത മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ തന്നിഷ്ടത്തിന് നമ്മൾ പോകുന്നു അല്ലേ. നമ്മൾ വീണ്ടും പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ആരാഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അവിടെ ചോദ്യമാണ്. അതുപോലെ തന്നെ രോഗങ്ങളുടെ കേസിലായാലും പല രോഗങ്ങളുടെയും കാരണം തന്നെ പലതും നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ തെറ്റുകൊണ്ടൊന്നും എല്ലാ രോഗങ്ങളൊന്നും വരണമെന്നില്ല. എന്നാൽ പലപ്പോഴും മനുഷ്യരുടെ തന്നെ തെറ്റുകൾ കൊണ്ട് പല രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയാണ് അല്ലേ. നമ്മൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ തിന്മ പ്രവൃത്തികൾ മൂലം ഇപ്പോൾ നമുക്കറിയാം, വളരെ ഡയറക്റ്റായിട്ടൊക്കെ രീതിയിൽ ഇപ്പോൾ എയ്ഡ്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ പ്രവൃത്തി മൂലം ചിലപ്പോൾ അത് വളരെ, അല്ലെങ്കിൽ തിന്മയില്ലാതെ തന്നെ പല രക്ത കൈമാറ്റത്തിൽ കൂടെ ഒക്കെ അത് വരാം. പക്ഷേ
അവിടെ ഒരു തിന്മയുടെ സ്വാധീനം ഒരു മെയിനായിട്ടുള്ളൊരു ഏരിയ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രോഗങ്ങളും ഇപ്പോൾ നമ്മുടെ തന്നെ ഈ അമിതവണ്ണത്തെ പറ്റിയൊക്കെ പലരും പറയുമ്പോൾ അതിൻ്റെ പിറകിൽ നമ്മുടെ തന്നെ കുറേ ആർത്തിയൊക്കെ ഇല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് അമിതവണ്ണം, പലതും ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് പലർക്കും അമിതവണ്ണം വരാറുണ്ട്. ആ കേസുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗവും ജീവിതശൈലി രോഗമാണല്ലേ. നമ്മൾ വേണ്ട വിധം നമ്മുടെ ശരീരത്തെ നോക്കുന്നില്ല. നമ്മൾ കണ്ണി കാണുന്നതൊക്കെ ആർത്തിയോടെ വലിച്ചു കയറ്റുന്നു. അതിൽ കൂടെ ഭക്ഷണത്തിൽ കൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ പല രോഗങ്ങളുടെയും കാരണങ്ങളൊക്കെ നമ്മുടെ തന്നെ തിന്മകൾ മൂലമാണ്. പിന്നെ പലപ്പോഴും നമ്മളുടെ തന്നെ വെറുപ്പ്, പലരുടെയും പല മാനസികമായ പ്രശ്നങ്ങൾ, പല രോഗങ്ങളുടെ കാരണങ്ങളൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ പിരിമുറുക്കങ്ങൾ, അതായത് ചിലപ്പോൾ നമ്മളൊരു ആളോട് വെച്ച് പുലർത്തുന്ന നമ്മുടെ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം, ഇതൊക്കെ നമുക്ക് രോഗമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കേസുകൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ രോഗങ്ങളുടെ പിറകിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂർവികരുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ രോഗം വരാം അല്ലേ. ഇപ്പോൾ വലിയൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ പല രോഗങ്ങളും ജനിതകപരമായിട്ട് കൈമാറ്റം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പലരും ഈ വിഷമടിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പല രോഗങ്ങൾ വരുന്നുണ്ട്. വേറെ ആളുടെ തിന്മ മൂലം നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം, ഇപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു രോഗവും വരില്ല എന്നുള്ളതല്ല പറയുന്നത്. പലപ്പോഴും പല രോഗങ്ങളുടെ കാരണം നമ്മുടെ തന്നെ ശ്രദ്ധക്കുറവും നമ്മുടെ തന്നെ തിന്മയും അതിലൊരു ഭാഗമാണ്. പിന്നെ ദൈവം ഓരോരുത്തർ വ്യക്തികളിൽ കൂടെ പല രോഗങ്ങളും വ്യക്തികൾക്ക് അനുവദിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മനുഷ്യൻ കൈവിട്ടു പോവും. അതായത് ഈ ഒരു രോഗം കാരണമായിരിക്കും ഭൂരിഭാഗം പേരും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇന്ന് ദൈവാനുഭവത്തിൽ നിൽക്കുന്നവർ ഭൂരിഭാഗം പേരും എങ്ങനെയാണ് അവർക്ക് ദൈവാനുഭവം കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുണ്ടാവുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. അവരെവിടേക്കോ വഴിതെറ്റിപ്പോയി അവസാനം ഏതെങ്കിലും രോഗത്തിനടിമയായി അല്ലെങ്കിൽ ഏതെങ്കിലും തകർച്ചയിൽ വന്നു. ആ തകർച്ച മാറാനായിട്ട് ദൈവത്തിലേക്ക് വരുന്നു. ദൈവം അവരെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ദൈവാനുഭവം ലഭിക്കുന്നു. അതിനുശേഷം അവർ ദൈവത്തിന് സാക്ഷികളായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിന് പല പദ്ധതികളുണ്ടാവാറുണ്ട്. ഒരു മനുഷ്യൻ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകുമെന്ന് കാണുമ്പോൾ പലപ്പോഴും പലരുടെ ജീവിതത്തിൽ ദൈവം രോഗം അനുവദിക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാനും ദൈവത്തെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ ദൈവം ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ കുറവാണ്. പല രോഗങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. കാരണം അവർ ഓൾറെഡി ദൈവത്തിൻ്റെ ട്രാക്കിലാണ്. ദൈവവുമായിട്ട് അവർ എല്ലാ ദിവസവും സംസാരിക്കുന്നു, ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ളൊരു വ്യക്തികൾക്ക് അവനറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അവന് അതിനെ പറ്റിയുള്ള ഒരു ധാരണയും ഉണ്ടാകും. അതായത് ദൈവം ഇന്നൊരു കാര്യങ്ങൾ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ രോഗങ്ങൾ വരുന്നതെന്നുള്ള ബോധ്യങ്ങളും അവന് കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ദൈവ പദ്ധതിയിലും ദൈവ ആശ്രയത്തിലും ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവപരിപാലനയുടെ വലിയൊരു അനുഗ്രഹം അവരോടൊപ്പം ഉണ്ടായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ, അവർ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പോലെ വലിയ സമ്പത്തും ഒരു കണക്കിന് പാപം തന്നെയല്ലേ അല്ലേ. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പൈസ സമ്പാദ്യം ഉണ്ടാകുന്നത്? നമ്മൾക്ക് കിട്ടുന്ന പൈസകൾ മൊത്തം നമ്മൾ കൂട്ടി വയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് സമ്പാദ്യം ഉണ്ടാകുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഒരു പരിധിയിൽ കൂടുതൽ സമ്പാദ്യം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റുള്ളവന് അവകാശപ്പെട്ട സമ്പാദ്യമെന്ന് കരുതി മറ്റുള്ളവർക്കത് കൊടുക്കാനായിട്ട് തയ്യാറാവും അല്ലേ. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ സമ്പത്തോ വലിയ രോഗങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിലുണ്ട്. അവരൊരു മിനിമം ദൈവം പരിപാലിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഒരു ആട്ടിൻ തൊഴുത്തിൽ ഒരു ആടിനെ ഒരു ഇടയനെ എങ്ങനെയാണോ തീറ്റിപ്പോറ്റുന്നത്, ആ ആടിന് വേണ്ട ഭക്ഷണം എല്ലാ ദിവസവും അവന് കൊടുക്കും. കൂടുതലായിട്ട് വലിയൊരു കൊട്ട നിറയെ വൈക്കോൽ കൊണ്ട് കൊടുക്കുമോ? ഇല്ല. ഒരു ദിവസത്തിന് ആവശ്യമുള്ള, ഒരു നേരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു.
ബാക്കിയുള്ളത് അവന് കൊടുക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും ദൈവം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്ന വ്യക്തികൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ ദൈവത്തിൻ്റെ മാർഗത്തിലാണോ? ദൈവത്തെ ഞാൻ ശരിക്കും സ്വന്തമാക്കിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഞാൻ ദൈവത്തെ സ്വന്തമാക്കാതെ എന്തൊക്കെയോ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ നടക്കുകയാണോ? ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ബൈബിളിലൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് ഈ അനുഗ്രഹം പേടിച്ചെടുക്കുന്നത് കാണുമ്പോൾ, കാൽവരി മലയിൽ യേശു ക്രിസ്തുവിനെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് പടയാളികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ വസ്ത്രം എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കുറിയിടാം. അങ്ങനെ വസ്ത്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറിയിട്ട് വസ്ത്രം കൈക്കലാക്കുന്ന പടയാളികളുടെ മനോഭാവം പോലെയാണ് പലപ്പോഴും ക്രിസ്ത്യാനികളുടെ മനോഭാവം എന്ന് എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ അടക്കം അല്ലേ. ക്രിസ്തുവിനെ എനിക്ക് വേണ്ട, ക്രിസ്തുവിൻ്റെ ഉള്ളതുള്ള അനുഗ്രഹങ്ങൾ മാത്രം എനിക്ക് മതി അല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിചിന്തനം ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെയാണോ, ദൈവത്തെയാണോ, അതോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണോ? അതുപോലെ തന്നെ ദയവ് ചെയ്ത് ഏതെങ്കിലും മാതാപിതാക്കൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തെയാണ് അവന് കൊടുക്കേണ്ടത്. അല്ലാതെ അവന് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ട് അവനത് തിന്മയായിട്ട് മാത്രമേ അവന് ഭോഗിക്കുകയുള്ളൂ. നിങ്ങളവന് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തെ സ്വന്തമാക്കി അവന് കൊടുക്കുകയാണെങ്കിൽ, അവന് പ്രത്യേകിച്ച് അനുഗ്രഹം മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ സ്വയമായിട്ട് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പാതയിലായിരിക്കും. അവന് ഓട്ടോമാറ്റിക്കലായിട്ട് അനുഗ്രഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് എത്ര പേര് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ കുറുക്ക് വഴി എന്നുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കുറേ നാളായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. പക്ഷേ നമ്മളൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അവസാനം ഇതിലേക്ക് വന്ന് എത്തി നിൽക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ അപേക്ഷയായിട്ട് ചെന്നാലും ദൈവം അനുഗ്രഹിക്കും. അതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഏത് ഭക്തിമാർഗം സ്വീകരിച്ചാലും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അടുത്ത് അപേക്ഷയായിട്ട് ചെല്ലുന്നവരെ നിങ്ങൾക്ക് ഇത് ദോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ വിടാതെ ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. അപ്പം അനുഗ്രഹം ലഭിച്ചുകൊണ്ട് നിങ്ങൾ നന്നായെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി അനുഗ്രഹപൂർണ്ണമാവുന്നൊന്നും ഒരു നിർബന്ധമില്ല. ഈ അനുഗ്രഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വലിയ ദുരന്തം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ അനുഗ്രഹം പേടിച്ചെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ച് കഴിക്കുന്നവർക്ക് ഈ അനുഗ്രഹം തരുമ്പോൾ അടുത്ത പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ധ്യാന കേന്ദ്രത്തിലോ ഇത് മാറാനായിട്ട് വരും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഈ ധ്യാന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഈ ആത്മീയ സ്ഥാപനങ്ങളോ ആത്മീയ ഉപദേശങ്ങൾക്കോ വേണ്ടി തേടി നടക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് നിങ്ങൾ ആദ്യം ദൈവത്തെ അങ്ങോട്ട് സ്വന്തമാക്കുക. ദൈവത്തെ സ്വന്തമാക്കി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണോ, ഓരോ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തം തന്നെ ആർത്തിയാണോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്യുക. അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഓടുന്ന ഓട്ടങ്ങൾ കുറയും അല്ലേ. പിന്നെ നമുക്കുള്ള പ്രാർത്ഥന ഇത് തന്നെയായിരിക്കുള്ളൂ. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലേ. നമുക്കത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അല്ലേ. ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെ വിശുദ്ധീകരണം, നമ്മൾക്ക് വിശുദ്ധി ഉണ്ടാകണം, ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് നിറയണം, നമുക്ക് മറ്റുള്ളവരോട് ദൈവത്തെപ്പറ്റി സംസാരിക്കണം, അതിനു വേണ്ട കൃപകൾ നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധി തരണം ചെയ്യണം. എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ
യേശു എങ്ങനെയാണ് ആ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മളതിനെ കൈകാര്യം ചെയ്യണം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മൊത്തം തിന്മയുടെ കീഴിലായി ആകപ്പെടുമ്പോൾ, തിന്മ അവരെ ഗ്രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നിമിത്തമാണ് ദൈവത്തിൻ്റെ കരുണ ഭൂമിയിലേക്ക് വരികയുള്ളൂ. നമ്മൾ പലപ്പോഴും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ പലപ്പോഴും പലരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ദൈവം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ മനുഷ്യരുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം മുമ്പ് തന്നെ പറഞ്ഞു. അതായത് ദൈവം നീതിമാനും അതുപോലെ തന്നെ അതേ സെയിം ആയിട്ട് ദൈവം സ്നേഹമുള്ളവനും കരുണാമയനാണ്. അപ്പോൾ നീതിയുടെ ഒരു പ്രവൃത്തി അവിടെ ദൈവത്തിന് എപ്പോഴും ചെയ്യേണ്ടതുണ്ട്, അതല്ലേ? ഒരു വ്യക്തി തിന്മ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ തിന്മയിൽ ആഴുമ്പോൾ അതിനുള്ള പ്രതിഫലം ലഭിച്ചേ തീരൂ, അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ അവൻ സ്വീകരിച്ചേ തീരൂ. അപ്പോൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും നീതിയോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ ദൈവം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ നിമിത്തം, അല്ലെങ്കിൽ ഒരു നീതിമാൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ യോഗ്യത നിമിത്തം ദൈവം അവിടെ ആ നീതി അവിടെ നിർത്തിവെച്ചിട്ട് ഈ കരുണ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ അവന് ആ നീതി കൂടെ തന്നെ ദൈവം അതിന് പ്രവർത്തിക്കേണ്ടതുണ്ട്, അല്ലേ? ഒരാൾ തെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റുകളിൽ അകപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അവിടെ ഒഴുകും. അവനെ ചിലപ്പോൾ അർഹതയില്ലാതിരുന്നിട്ട് പോലും ദൈവം ചിലപ്പോൾ അവിടെ നിന്ന് അവൻ രക്ഷിച്ചു കൊണ്ടുവരും. കാരണം ഇവൻ്റെ പ്രവൃത്തി നിമിത്തം അവന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു സാധ്യതയില്ല. അതായത് ഇപ്പോൾ ഒരു മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തി, അവൻ്റെ ജീവിതം മുഴുവൻ മദ്യത്തിന് അകപ്പെട്ടു, അവൻ തിന്മ അതിൽ കൂടെ ചെയ്തു. അതിൻ്റെ മദ്യപാനം എന്നുള്ള ആസക്തിയും ആ തിന്മയും അവനെ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവന് സ്വന്തമായിട്ട് അതിൽ നിന്ന് പോരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവൻ അതിൻ്റെ പ്രതിഫലം അനുഭവിച്ചേ തീരും. അവനായിട്ട് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതാണ് ആ വഴി. അപ്പോൾ അവൻ്റെ തിന്മ അവൻ നശിക്കാനായിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ വേറൊരാളുടെ പ്രാർത്ഥന, അതാണ് ദൈവത്തിൻ്റെ നീതിയല്ല. ഒരാൾ തിന്മ സ്വീകരിച്ചു, അവൻ തിന്മ ചെയ്തു, അവൻ അതിനുള്ള പ്രതിഫലം കിട്ടിയേ തീരൂ. പക്ഷേ വേറൊരാൾ ഇവന് വേണ്ടിയിട്ട് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവന് പ്രവർത്തിക്കാനിരിക്കുന്ന നീതിയുടെ പ്രവർത്തനം അവിടെ നിൽക്കുകയും ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ ദൈവം അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഒരു അനുഭവം കൊടുക്കുന്നു, അവൻ്റെ കാര്യങ്ങൾ അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അൾട്ടിമേറ്റായിട്ട് ഒരു മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് എന്താണ് കിട്ടേണ്ടത്? നമ്മൾ വിചാരിക്കും, പലപ്പോഴും നമ്മളുടെ ഒരു പ്രാർത്ഥനയിലെ ഒരു മെയിൻ സംഭവമാണ് അയാൾക്ക്, ഇപ്പോൾ നമ്മളൊരു കടബാധിതയായിട്ട് ഒരു വ്യക്തി നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമ്പോൾ നമ്മളവൻ്റെ കടബാധ്യതകൾ മാറാനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? കടബാധ്യതകൾ പ്രാർത്ഥിക്കാണ്ട് നമുക്ക് തോന്നും കടബാധ്യതകൾ മാറിക്കിട്ടണേന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ കടബാധ്യതകൾ മാറണം, അതോടൊപ്പം തന്നെ അവനൊരു ദൈവാനുഭവം കൂടി ലഭിക്കണം, അല്ലേ? അല്ലെങ്കിൽ നാളെ അവൻ വീണ്ടും കടത്തിലാവും. ഇന്ന് 1,00,000 രൂപ പൈസയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നവന് 1,00,000 രൂപ അവന് കിട്ടാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവൻ ചിലപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ തിന്മയുടെ ഒരു കരങ്ങളിലായിരിക്കും അവൻ ദൈവവുമായിട്ട് ബന്ധത്തിലായുള്ള വ്യക്തികൾക്ക് ദൈവമാണ് അവനെ നേരിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഏറ്റവും അവന് ആവശ്യം വേണ്ടത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ യേശു ചെയ്തിട്ടുള്ള കാര്യം പറയുന്നത് നമുക്കറിയാം, വിശന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് വചനം പ്രസംഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറ്റിയതിന് ശേഷമാണ് വചനം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണം, പിന്നെ അവൻ വീണ്ടും
ഈ ആവശ്യത്തിന് വേണ്ടി പിന്നെ വരരുത്. കാരണം ഇനി അവൻ സ്വന്തമായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇനി അവനെ എക്യുപ്ഡ് ആക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേവലം ആ ഒരു പ്രതിസന്ധി മാറുന്നതിന് വേണ്ടിയിട്ടും കൂടെ അല്ലാതെ അവനിൽ ദൈവം പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ കരുണ അവനിൽ ചൊരിയാനും ദൈവത്തെ അവന് മനസ്സിലാക്കാനും വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസം എത്രയധികം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാനുള്ളതല്ലേ. ദൈവ പദ്ധതിക്ക് വിധേയപ്പെട്ടുകൊണ്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി നമുക്ക് അപേക്ഷകളാലും പ്രാർത്ഥനകളാലും ദൈവവുമായിട്ട് നമ്മൾ സംവദിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ തന്നെയാണ് പ്രാർത്ഥനയിൽ വേണ്ടത്. അല്ലാതെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിച്ചു വെച്ചു, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചു വെച്ചു, ഇതൊക്കെ നടത്തി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ നിന്നിട്ട് തായോ ഇത് തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകളെ ദൈവം വളരെയധികം അവജ്ഞയോടുകൂടി തന്നെയാണ് കാണുള്ളൂ, അല്ലേ? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മുടെ അടുത്ത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവന് ഒരു വണ്ടി മേടിക്കണം. അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കാനോ എന്നോട് സംസാരിക്കാനോ എന്നെ സ്നേഹിക്കാനോ അവന് സമയമില്ല. അവൻ വരുന്നത് അവൻ ആവശ്യമുള്ളപ്പോൾ വണ്ടി മേടിക്കണം. വണ്ടി ആവശ്യമുള്ളപ്പോൾ അവൻ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് വണ്ടി തായോ, വണ്ടി മേടിച്ചതായോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ തായോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം എൻ്റെ അടുത്ത് വന്ന് എന്നോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്നോടൊപ്പം ഇരിക്കാനോ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനോ എന്നെ സ്നേഹിക്കാനോ അവന് സമയമില്ല. അപ്പം അങ്ങനെയുള്ള മക്കളെ നമ്മളെങ്ങനെ കാണും? നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അപജ്ഞയായിരിക്കും അവനോടല്ലേ. അവൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ എന്തൊക്കെയോ ആവശ്യമായിട്ടാണ് ഇന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും അവജ്ഞയോടുകൂടി ഒരാളെ കാണും. കാരണം ദൈവത്തിൻ്റെ മനസ്സിലെപ്പോഴും സ്നേഹമുള്ളതുകൊണ്ട് ദൈവം അങ്ങനെ ആരെയും കാണുന്നില്ല. നമ്മുടെ മനുഷ്യൻ്റെ രീതിയിലാണ് നമ്മൾ ചിന്തിച്ച് നോക്കുന്നത്. അപ്പോൾ അതേ രീതിയിലാണ് ഓരോ ആളുകളും ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ വീണ്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തെ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന ആളുകളിൽ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക, ദൈവവുമായിട്ട് ബന്ധമുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിലേക്ക് ദൈവത്തെ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തികളെ നമ്മൾ സഹായിക്കുന്നതോടൊപ്പം അതിനോടൊപ്പം ദൈവത്തെയും കൂടി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് അങ്ങനെയാണ് ആ പ്രവൃത്തിയിൽ കൂടെയും നമ്മൾ അങ്ങനെയാണ് ദൈവത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പോകുന്ന വഴിയിലൊരു കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയോട് ഓടിച്ച് ദൈവത്തെ നിങ്ങൾ വിളിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിനേക്കാളും ബെറ്റർ നമുക്ക് കഴിയാവുന്ന നമ്മുടെ സ്നേഹത്തിൻ്റെ, അതായത് ഈ പറയുന്ന വ്യക്തിയും ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലന അറിയാവുന്ന വ്യക്തിയാണെന്ന് അയാൾക്കും കൂടി മനസ്സിലാവണമല്ലോ. അപ്പോൾ നമ്മുടെ നന്മ പ്രവൃത്തികളും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവർക്ക് ദൈവത്തെയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാവാനും ദൈവത്തിനെ പറ്റി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു കോമൺ സെൻസ്.